വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ ഹൻദല റളിയല്ലാഹു അൻഹു ഒരിക്കൽ കരഞ്ഞിട്ട് നടന്നു പോവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. മാലക യാ ഹൻദല, എന്തു പറ്റി, എന്തിനാണ് കരയുന്നത്? അപ്പം ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫക ഹൻദല, ഹൻദല മുനാഫിക്കായിട്ടുണ്ട്. അപ്പം എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലിരിക്കുമ്പോൾ യുദക്കിറുന ബിന്നാരി വൽ ജന്ന, നബി നമ്മളോട് സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടും പറയും. നബിൻ്റെ ആ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ, നബിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ആ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് പോലെയാണ്. പിന്നെ നബിൻ്റെ സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞ് നമ്മുടെ പുരയിലെത്തി പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൂടെ ഇരിക്കുമ്പോൾ ഫനസീന കസീറ, നമ്മളതൊക്കെ മറക്കുകയാണ്. അപ്പം ഇത് രണ്ടും രണ്ടവസ്ഥയാണല്ലോ. അപ്പം ഇത് നിഫാക്കാണോ എന്ന് പേടിച്ചിട്ടാണ് ഹൻദല റളിയല്ലാഹു അൻഹു കരയുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പ്രശ്നം എനിക്കുണ്ട്, നിങ്ങൾ പറഞ്ഞ ഈ പ്രശ്നം എനിക്കുണ്ട്. അങ്ങനെ ഒരു രണ്ടാളും കൂടിയാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഹൻദല റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാഫക ഹൻദല, അള്ളാഹുവിൻ്റെ റസൂലെ, ഹൻദല മുനാഫിക്കായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കാരണം? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാരണം ഹൻദല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പറഞ്ഞു, നിങ്ങളടുത്തിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ ഈമാനികമായിട്ട് നല്ല ഉയർന്ന അവസ്ഥയിലാണ്. പിന്നെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മറക്കുകയാണ്. നമ്മളെ കുട്ടികളെ കളിയും ചിരിയൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എൻ്റെ സദസ്സിലിരിക്കുന്ന അതേ അവസ്ഥയിലാണ് എല്ലാ സമയത്തും നിങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലസാഫഹത്കുമുൽ മലായികതു ഫി മജാലിസിക്കും വഫി തുറുക്കിക്കും വഅലാ ഫുറുഷിക്കും, മലക്കുകൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് അവർ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരും. മലക്കുകൾ നിങ്ങൾ നടക്കുന്ന വഴികളിൽ നിങ്ങളെ കാത്തു നിൽക്കും നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരാൻ. അപ്പം അത് അങ്ങനെ തന്നെയാണ്. വലാകിൻ യാ ഹൻദലതു സാഅതൻ സാഅതൻ സാഅ. പക്ഷെ ഹൻദല അത് ചില സമയത്ത് അങ്ങനെയാണ്, ചില സമയത്ത് ഇങ്ങനെയാണ്. ഈമാൻ കുറഞ്ഞ അവസ്ഥയുണ്ടാകും, ഈമാൻ കൂടിയ അവസ്ഥയുണ്ടാകും. ഒരാളുടെ ഈമാൻ എല്ലാ സമയത്തും ഒരേപോലെയല്ല. ആ ഈമാൻ കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, സ്വതക്ക കൊടുക്കുമ്പോൾ, നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ കൂടും. അള്ളാഹുവിനെ ധിക്കരിക്കുമ്പോൾ, അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, കാണാൻ പാടില്ലാത്തത് കാണുമ്പോൾ, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ കുറയുകയും ചെയ്യും.
വഖുൽ ഇന്നമൽ ഈമാനു ഖൗലുൻ വനിയ്യത്തുൻ വഫിഅലുൻ അലാ ഖൗലിൻ നബിയിൽ മുസറഹു യൻഖുസു തൗറൻ ബിൽ മആസി വതാറതൻ ബിതഅതിഹി യൻമി വഫിൽ വസ്നി യർജഹു. ആ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈമാനിൻ്റെ ഗ്രാഫ് ഉയരണം. സഹാബിമാരുടെ ചിന്ത നമ്മൾ ആലോചിക്കുക. എന്താ ഒരു സങ്കടം, ഒരു ടെൻഷൻ എന്താണ്? നമ്മളെ ഈമാൻ കുറയുന്നുണ്ടോ? നമ്മൾ മുനാഫിക്കാകുന്നുണ്ടോ? നമ്മൾ പഴച്ചു പോകുന്നുണ്ടോ? തെറ്റു പറ്റുന്നുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പേടിച്ചു. നമുക്കും ഇതേ ഫീലിംഗ് ഉണ്ടാവാറുണ്ടല്ലോ, ഇതേ അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകാറുണ്ട്. പക്ഷെ നമുക്കങ്ങനെ തോന്നാറുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയിൽ ഒരു ഖുതുബ നടത്തി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനത്തെ ഒരു ഖുതുബ ഞങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രസംഗം കേട്ടിട്ട് സഹാബിമാരൊക്കെ മുഖം പൊത്തി കരഞ്ഞു. അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം മദീന പള്ളിയിൽ ഉയർന്നു കേട്ടു. ആ പ്രസംഗത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിതാണ്, ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലാ വലബകൈതും കസീറ. സഹാബ, ഞാൻ അറിഞ്ഞതൊക്കെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കുള്ളൂ, നിങ്ങൾ കുറേ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ചകളൊക്കെ നമ്മളും കണ്ടിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട വിവരങ്ങളൊക്കെ നമ്മളും കേട്ടിരുന്നുവെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളും അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ കുറച്ചേ ചിരിക്കുള്ളൂ, നമ്മൾ ഒരുപാട് കരയുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ട് ശരീരം പങ്കുവെക്കുമ്പോഴുള്ള ആസ്വാദനം നമുക്ക് അനുഭവിക്കാൻ തോന്നൂല എന്നാണ് നബി പറഞ്ഞത്. ഏതെങ്കിലുമൊക്കെ മരുഭൂമിയിൽ പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ആ സ്വർഗവും നരകവും ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. അത് ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക. എന്തിനപ്പോൾ ഒരാൾ നന്നായിട്ട് ജീവിക്കുന്നത്, നല്ല മനുഷ്യനാകുന്നത്, അള്ളാഹു പറഞ്ഞതൊക്കെ കേൾക്കുന്നത്, അനുസരിക്കുന്നത്? സ്വർഗം ഉണ്ടായതുകൊണ്ടാണ്. സ്വർഗം ഇല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ജീവിച്ചുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ നമ്മൾ ധിക്കരിക്കാത്തത്, ഹറാമുകൾ ചെയ്യാത്തത്, കാണാത്തത്, പറയാത്തത്? കാരണം നരകമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യകാലത്ത് നബിയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്തുകളിൽ ഫീഹാ ദിക്റുൽ ജന്നതി വന്നാർ, അതിലുണ്ടായിരുന്നത് സ്വർഗത്തെ പറ്റിയിട്ടും നരകത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളാണ്. സ്വർഗവും നരകവും ശരിക്ക് പറഞ്ഞിട്ട് അത് സഹാബിമാരുടെ മനസ്സിൽ ഖുർആൻ ഉറപ്പിച്ചു. ഹത്താ സാബൻ നാസു ഇലൽ ഇസ്ലാം, അങ്ങനെ സഹാബിമാർ ഇസ്ലാമിലണ്ട് ഉറച്ചു. എന്നിട്ട് അതിന് ശേഷമാണ് അള്ളാഹു ഹലാലുകളെ പറ്റിയിട്ടും ഹറാമുകളെ പറ്റിയിട്ടും സംസാരിച്ചത്. ഐഷ ബീവി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ലാ തഷ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കള്ളുകൂടി നിർത്തൂല. ലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണ് നബി ആദ്യം ഞങ്ങളോട് പറഞ്ഞത് എങ്കിൽ ഞങ്ങളത് നിർത്തൂല. പക്ഷെ എന്തുകൊണ്ട് കള്ളു കുടിക്കാൻ പാടില്ല, എന്തുകൊണ്ട് വ്യഭിചരിക്കാൻ പാടില്ല? അതാണ് ഖുർആൻ ആദ്യം സഹാബിമാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഇറങ്ങേണ്ട അടിസ്ഥാനം, അടിത്തറ നരകവും സ്വർഗവും സത്യമാണ്. അത് ശരിക്കങ്ങോട്ട് മനസ്സിൽ ഉറപ്പിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ പറ്റി പറഞ്ഞിട്ടുള്ള കുറച്ച് ഹദീസുകൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. നമുക്കറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകളൊക്കെ നമ്മൾ എത്ര ഗൗരവത്തിലാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നാളെ നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനും പറഞ്ഞിട്ടുണ്ട്, വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റ. നരകത്തെ കൊണ്ടുവരപ്പെടും. ആ നരകത്തെ കാണുന്ന സമയത്ത് കുറ്റവാളികൾക്ക് ഓർമ്മ വരും, തെറ്റു ചെയ്ത ആളുകൾക്ക് ഓർമ്മ വരും അവർ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന്, അവരുടെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന്. യുക്താ ബിജഹന്നം യൗമഇദിൻ ലഹാ 70,000 സിമാം മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ. സുബ്ഹാനല്ലാഹ്.
70,000 കടിഞ്ഞാണുകളിലായിട്ടാണ് നരകത്തെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നത്. 70,000 കടിഞ്ഞാണുകൾ നരകത്തിനുണ്ടാവുന്ന പറഞ്ഞത്. ഓരോ കടിഞ്ഞാണും 70,000 മലക്കുകൾ പിടിച്ചിട്ടുണ്ടാകും. സുബ്ഹാനല്ലാഹ്. മൊത്തത്തിൽ 70,000 കടിഞ്ഞാണുകൾ. ആ 70,000 കടിഞ്ഞാണുകൾ 70,000 മലക്കുകളല്ല പിടിച്ചിട്ടുള്ളത്. ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ ഉണ്ടാകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ മലക്കുകളുടെ വലുപ്പവും അവരുടെ ശക്തിയും കരുത്തുമൊക്കെ നമ്മുടെ റബ്ബിനാണ് നന്നായിട്ട് അറിയുക. ആ നരകത്തിൻ്റെ വലുപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസ്ർ കഅന്നഹാ ജിമാലത്തുൻ സുഫർ. ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തരിക്കുന്ന തീപ്പൊരികൾ അത് വൻകിട കെട്ടിടങ്ങൾക്ക് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. ആ തീപ്പൊരികൾ നിങ്ങൾ കണ്ടാൽ അത് മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന പറഞ്ഞത്. ആ നരകത്തിൻ്റെ വലിപ്പം നമ്മൾ ആലോചിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ കൂടെ മദീനയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. തദറൂന മാ ഹാദാ. നബി അനുചരന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം അതെന്താ നിങ്ങൾക്കറിയോ? അല്ലാഹു വറസൂലുഹു അലം. അപ്പം നബി പറയാണ്, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ട ഒരു കല്ല് അതിങ്ങനെ നരകത്തിൻ്റെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതതിൻ്റെ താഴെ തട്ടിലെത്തിയ ശബ്ദമാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ കിണറിലേക്ക് ഒരു കല്ലിട്ട് വെക്കുക. എത്ര സമയം കൊണ്ടായിരിക്കും ആ കല്ല് ആ വെള്ളത്തിൽ പതിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുക? സെക്കൻഡുകൾ പോരെ, 1 സെക്കൻഡോ 2 സെക്കൻഡൊക്കെ മതി മാക്സിമം. അപ്പോൾ നമ്മളെ പുറയത്തെ കിണറിൻ്റെ ആയം നമുക്കറിയാലോ. 70 വർഷം എടുത്തെന്നാണ് നബി പറഞ്ഞത്. 70 വർഷം, 7 പതിറ്റാണ്ട് കാലം നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ല് താഴെ പതിക്കാനെടുത്ത സമയം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ നരകത്തിൻ്റെ ആഴം എന്തായിരിക്കും? ഞാൻ നരകത്തിൻ്റെ ചൂടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കത്തിക്കുന്ന തീനേക്കാളും 69 ഇരട്ടി ചൂടുണ്ടാകും നരകത്തിൻ്റെ ചൂട് എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ പറഞ്ഞു, നബിയെ ഇപ്പോഴുള്ള ചൂട് തന്നെ ധാരാളമാണല്ലോ, മതിയായതാണല്ലോ. അപ്പം നബി പറയുകയാണ്, ഈ 69 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഓരോ ഇരട്ടിക്കും ആ ചൂടിൻ്റെ കാഠിന്യം ഉണ്ടാകും. അങ്ങനത്തെ 69 ഇരട്ടി ചൂടുള്ള തീയാണ് നരകത്തിലുണ്ടാവുക. നല്ല ചൂടുള്ള സമയത്ത് ഫഅബ്രിദു അനിസ്സലാ, നിങ്ങൾ ദുഹർ നിസ്കാരം കുറച്ചൊക്കെ കണ്ട് വൈകിപ്പിച്ചിട്ട് നിസ്കരിച്ചോളിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് തന്നിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് ഒരാൾ പള്ളിക്ക് വന്ന് നിസ്കരിക്കുമ്പോൾ കുറച്ച് ഇടങ്ങറായിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ അവനക്ക് തക്ബീർ അല്ലി നിസ്കരിക്കാൻ നിന്നാൽ ആ ഖുശൂ കിട്ടൂല. നല്ല ചൂട്, എല്ലാവരും വിയർത്തൊലിക്കുക. അപ്പോൾ ആ ഖുശൂ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുഹറിൻ്റെ ആദ്യ സമയത്ത് നിങ്ങൾ ഇടങ്ങറായി വരാതെ അന്തരീക്ഷം ഒന്ന് കുറച്ച് തണുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തോളി, നിസ്കരിച്ചോളി എന്നാണ്. എന്നിട്ട് നബി പറയുന്ന വാക്കാണ്, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. നിങ്ങൾ അനുഭവിക്കുന്ന ചൂടുണ്ടല്ലോ, അത് നരകത്തിൻ്റെ ചൂടിൻ്റെ ഭാഗമാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ, നബിയുടെ ഈ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിനെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ? നരകത്തെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞ ആയത്തുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങളും ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലൊരു ഉൾക്കിടിലം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? ആ നരകത്തെ ഓർത്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? ഇന്ന ഗൈലദ ജിൽദിൽ കാഫിരി 42 ദിറാഅ. നാളെ നരകത്തിൽ ഒരു കാഫിറായ മനുഷ്യൻ്റെ തൊലിയുടെ കട്ടി, കനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 42 മുഴമാണ്. 42 മുഴമുണ്ടാകും കാഫിറായൊരു മനുഷ്യൻ്റെ തൊലിക്ക് നാളെ നരകത്തിൽ. വ ഇന്ന ദിർസഹു മിസ്ലു ഉഹദിൻ. ഓൻ്റെ മോണ ഉഹദ് മലയുടെ അത്ര ഉണ്ടാവുന്ന പറഞ്ഞത്. ഇതിൽ ഉഹദ് മല കണ്ട എത്ര ആൾക്കാരുണ്ട്? ഉഹദ് നേരിട്ട് കണ്ട എത്ര ആൾക്കാരുണ്ട്? ഒരു 7-8 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന മലനിരയാണ് ഉഹദ്. ആ ഉഹദിൻ്റെ അത്ര വലുപ്പമുണ്ടാകും കാഫിറായൊരു മനുഷ്യൻ്റെ മോണ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ മനുഷ്യൻ്റെ വായൻ്റെ വലുപ്പം എന്തായിരിക്കും? അയാളുടെ തലയുടെ വലുപ്പം എന്തായിരിക്കും? അയാളുടെ ശരീരത്തിൻ്റെ വലുപ്പം എന്തായിരിക്കും? അങ്ങനത്തെ എത്ര മനുഷ്യന്മാർ നരകത്തിലുണ്ടാകും? അപ്പോൾ ആ നരകത്തിൻ്റെ ആഴവും വിശാലതയും വലുപ്പവും എത്രയാണ്?
വഇന്ന മജ്ലിസഹു മിൻ ജഹന്നം മാ ബൈന മക്ക വ മദീന. അപ്പം നമ്മൾ ഇവിടെ ഈ ഹാളിൽ, ഈ പള്ളിയിൽ എത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ട്? ഇനിയും എത്ര ആൾക്ക് ഇവിടെ ഇരിക്കാം? നാളെ കാഫിറായൊരു മനുഷ്യന് നരകത്തിൽ ഇരിക്കാൻ വേണ്ട സ്ഥലം എത്രയെന്നറിയോ? കമാ ബൈന മക്ക വൽ മദീന. മക്കക്കും മദീനക്കും ഇടയിൽ എത്ര ദൂരമുണ്ടോ, എത്ര സ്ഥലമുണ്ടോ, അത്ര സ്ഥലം വേണ്ടി വരും കാഫിറായൊരു മനുഷ്യന് ഇരിക്കാനെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് നരകത്തിലൊരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വലിപ്പം. മാ ബൈന മൻകിബൈ അൽ കാഫിർ ഫിന്നാർ മസീറത്തു സലാസത്തി അയ്യാം ലിറാകിബിൽ മുസ്രിഅ. വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് 3 ദിവസം സഞ്ചരിക്കാനുള്ള ദൂരം ഉണ്ടാകും. ഒരു ചുമല് മുതൽ അടുത്ത ചുമല് വരെ, ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത ഷോൾഡറിലേക്കുള്ള ദൂരം 3 ദിവസം അതിവേഗത്തിൽ ശീഘ്രമായി സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരന് 3 ദിവസം യാത്ര ചെയ്യാനുള്ള ദൂരമാണെന്ന് പറഞ്ഞത്. 42 മുഴം കട്ടിയും കനമുള്ള തൊലി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? ഉഹദ് മലയുടെ അത്ര വലുപ്പമുണ്ടാകും ആ മനുഷ്യൻ്റെ മോണ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ മനുഷ്യൻ്റെ വലുപ്പം? അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതോ നമ്മൾ സങ്കല്പിക്കുന്നതോ ഒന്നുമല്ല മരണത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ എത്രയോ അപ്പുറത്താണ്. ഇന്ന ശംസ വൽ ഖമറ സൗറാനി മുഖവ്വറാനി ഫിന്നാരി യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ സൂര്യനും ചന്ദ്രനും നരകത്തിൽ എങ്ങനെയാണെന്നറിയോ? 2 കാളകളുടെ അത്ര വലിപ്പം ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. 2 കാളകളുടെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ സൂര്യനും ചന്ദ്രനും. നമ്മളിങ്ങനെ കണക്ക് കൂട്ടലുണ്ട് സയൻസൊക്കെ പഠിക്കുമ്പോൾ, ഒരു സൂര്യനിൽ എത്ര ഭൂമിയെ അടക്കി വെക്കാൻ പറ്റും. ആ സൂര്യൻ്റെ വലിപ്പം നാളെ ഒരു കാളൻ്റെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ എന്നാണ് നരകത്തിലേക്ക് സൂര്യനെ വെച്ചാൽ. അപ്പോൾ അതിൻ്റെ വലിപ്പവും ആഴവും നമ്മൾ ചിന്തിക്കുക. നീ ഇതിലേക്ക് എത്ര മനുഷ്യന്മാരിട്ടാലും അത് നിറയുന്നുണ്ടോ? അത് നിറയുന്നില്ല. എത്ര ആൾക്കാർ വന്നാലും നരകം ചോദിക്കുന്നത് എന്താ? ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്. അള്ളാഹു ഇനി അധികമുണ്ടോ, ഇനി അധികമുണ്ടോ? നരകം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അള്ളാഹു അവൻ്റെ കാൽപാദം ആ നരകത്തിലേക്കാണ് അമർത്തി വെക്കും. അള്ളാഹുവിൻ്റെ കാൽപാദം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്മാരുടെ കാൽപാദം പോലെ നമ്മൾ താരതമ്യം ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. സൃഷ്ടികളെ പോലെയല്ല നമ്മുടെ റബ്ബിൻ്റേത്. അത് നമുക്കറിയില്ല. കാൽപാദം ഉണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കാൽപാദം അങ്ങോട്ട് അമർത്തി വെക്കുമ്പോൾ നരകത്തിലുള്ള മനുഷ്യന്മാരൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ ജാമാകും. അപ്പോൾ നരകം പറയും, ഖദിൻ ഖദിൻ, മതി റബ്ബേ മതി റബ്ബേ ബിഇസ്സതിക വകറമിക് എന്ന് പറഞ്ഞിട്ട് നരകം നിർത്താൻ പറയുന്ന മതിയായി എന്ന് അപ്പോഴാണ് നരകം പറയാന്നുള്ള. പ്രിയപ്പെട്ടവരെ, ആ നരകവും സ്വർഗവും ഇപ്പോഴുണ്ടോ? നരകവും സ്വർഗവും നിലവിലുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നരകവും സ്വർഗവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അള്ളാഹു സൃഷ്ടിക്കുകയാണോ ചെയ്യുക? ഇപ്പോൾ നിലവിലുണ്ട്. നരകവും സ്വർഗവും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നീ ഒരുക്കുന്നല്ല, ഖിയാമത്ത് നാളിൽ അള്ളാഹു സൃഷ്ടിക്കുന്നല്ല. നരകവും സ്വർഗവും ഇപ്പോൾ നിലവിലുണ്ട്. നരകത്തെ പറ്റി പറഞ്ഞപ്പോൾ ഖുർആൻ പറഞ്ഞത് ഉഇദ്ദത് ലിൽ കാഫിരീൻ, അത് കാഫിറുകൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ റമദാൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു ഹദീസാണ്, ഇദാ ജാഅ റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുല്ലികത് അബ്വാബുൻ നാർ. റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അള്ളാഹു തുറന്നു വെക്കുകയാണ്. അപ്പോൾ ഇല്ലാത്തൊരു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു വെക്കുക അതുണ്ടാവില്ല. സ്വർഗമുണ്ട്, നിലവിലുണ്ട്. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിൻ്റെ 7 കവാടങ്ങളും അള്ളാഹു കൊട്ടിയടക്കുന്ന പറഞ്ഞത്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ്, അത് ഖുർആൻ പറഞ്ഞതാണ്, അത് ഹദീസിൽ വന്നതാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. നരകത്തിന് 7 കവാടങ്ങളാണ് എന്നത് ഖുർആനും പറഞ്ഞതാണ്. ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. അപ്പോൾ ആ വാതിലുകൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? സ്വർഗവും നരകവും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ തന്നെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവ്വാ ബീവിയും സ്വർഗത്തിലായിരുന്നല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗവും നരകവും കാണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വർഗവും നരകവും നിലവിലുണ്ട് എന്നത് നമ്മുടെ അഖീദയാണ്, നമ്മുടെ വിശ്വാസമാണ്. മുഅ്തസിലിയാക്കൾ വിശ്വസിക്കുന്നത് സ്വർഗവും നരകമൊക്കെ അള്ളാഹു ഖിയാമത്ത് നാളിൽ, അന്ത്യദിനത്തിൽ സൃഷ്ടിക്കുന്നതാണ്. അത് ശരിയല്ല. ഖുർആനും ഹദീസും നമ്മളോട് പറയുന്നത് സ്വർഗവും നരകവും നിലവിലുണ്ട് എന്നുള്ളതാണ്. ആ സ്വർഗവും നരകവും ഒരിക്കലും നശിക്കുകയുമില്ല, അത് കാലാകാലം നിലനിൽക്കുന്നതാണ്.
അതിന് ഒരു അറ്റമില്ല, സ്വർഗത്തിനൊരു അവസാനമില്ല, നരകത്തിന് ഒരു അവസാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗ്ഗക്കാരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകക്കാരൊക്കെ നരകത്തിൽ എത്തിക്കഴിഞ്ഞാൽ, യുഅ്താ ബിൽ മൗതി കഹൈഅതി കബ്ശിൻ അംലഹ്, അള്ളാഹു ഒരു ആടിൻ്റെ കോലത്തിൽ മരണത്തെ കൊണ്ടുവരുന്നാൻ. അപ്പം മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ പ്രതിഭാസത്തെ നമ്മളാരും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. എന്നാൽ ആഖിറത്തിൽ അള്ളാഹു ആ മരണത്തിനൊരു കോലം കൊടുക്കും. ഒരു ആടിൻ്റെ കോലാണ് കൊടുക്കുക. കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ഒരു ആടിൻ്റെ കോലത്തിൽ അള്ളാഹു മരണത്തെ കൊണ്ടുവരും. ഫയുനാദി മുനാദിൻ, എന്നിട്ടിങ്ങനെ വിളിച്ചു ചോദിക്കും അള്ളാഹു ഏൽപ്പിച്ച ആള്, യാ അഹ്ലൽ ജന്ന, സ്വർഗ്ഗക്കാരെ വിളിക്കും. അപ്പോൾ ആ സ്വർഗ്ഗക്കാരൊക്കെ ഇങ്ങനെ കഴുത്ത് നീട്ടി നോക്കാൻ. അവരോട് ചോദിക്കും, ഹൽ തഅരിഫൂന ഹാദാ, ഈ ആട് അതെന്താ നിങ്ങൾക്കറിയോ? അപ്പോൾ അവർ പറയും, അറിയാം, അത് മരണമാണ്, അത് മൗത്താൻ. നരകക്കാരെ വിളിക്കും, യാ അഹ്ലന്നാർ. അപ്പോൾ ഓരൊക്കെ തല നീട്ടിയിട്ട് ഇങ്ങനെ നോക്കും. എന്നിട്ട് ഓരോട് ചോദിക്കും, ഹൽ തഅരിഫൂന ഹാദാ, ഈ ആട് അതെന്താ നിങ്ങൾക്കറിയോ? ഓരും പറയും, അതെ, അത് മരണമാണ്, അത് മൗത്താൻ. എന്നിട്ട് അവിടെ വെച്ചിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അതിനെ അറുക്കപ്പെടും, ആ ആടിനെ അറുക്കും. എന്നിട്ട് സ്വർഗ്ഗക്കാരോട് പറയാണ്, യാ അഹ്ലൽ ജന്ന ഖുലൂദ് ഫലാ മൗത്ത്, സ്വർഗ്ഗക്കാരെ നിങ്ങൾ കാലാകാലം ഈ സ്വർഗത്തിലാണ്, നിങ്ങൾക്ക് ഇനിയൊരു മരണമില്ല. നരകക്കാരോടും പറയും, ഖുലൂദ് ഫലാ മൗത്ത്, നിങ്ങളും കാലാകാലം നരകത്തിലാണ്, ഇനി നിങ്ങൾക്ക് ഒരു മരണമില്ല. ആ വാർത്ത കേൾക്കുമ്പോൾ സ്വർഗ്ഗക്കാർക്കുണ്ടാകുന്ന സന്തോഷം എത്രയായിരിക്കും? ആ വിളിച്ചു പറയുന്ന മനുഷ്യന്റെ വർത്തമാനം കേൾക്കുമ്പോൾ നരകക്കാർക്കുണ്ടാകുന്ന സങ്കടവും നിരാശയും ദുഃഖവും എത്ര വലുതായിരിക്കും. അപ്പം അറ്റമില്ലാത്ത 2 ഇടങ്ങളാണ് സ്വർഗവും നരകവും എന്ന് പറഞ്ഞാൽ. ഖുർആൻ 3 സ്ഥലത്ത് നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഖാലിദീന ഫീഹ അബദ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാലിദീന ഫീഹ അബദ, അതിൽ സ്ഥിരമായിരിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നരകക്കാരങ്ങനെ സ്ഥിരമാണെങ്കിൽ, സ്ഥിരമായിട്ട് അവർക്ക് നിൽക്കാനൊരു ഇടം വേണമല്ലോ, ആൾക്കാർ മാത്രം സ്ഥിരമായിട്ട് കാര്യമില്ല, നിൽക്കാനൊരു സ്ഥലം വേണമല്ലോ. അപ്പോൾ ആ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പാഠം, സ്വർഗവും നരകവും ഒരിക്കലും നശിക്കുന്നില്ല, അത് തീർന്നു പോകുന്നില്ല എന്നാണ്. അപ്പോൾ ഈ തീർന്നു പോകാത്ത ഇടത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, സ്വർഗ്ഗമാകുമ്പോൾ സുഖാനുഭൂതികളാണ്, നരകാകുമ്പോഴോ സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ഓരവിടെ ജീവിക്കുന്നില്ല, മരിക്കുന്നില്ല. ആ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. മരിച്ചിട്ട് തീർന്നു പോകുകയാണെങ്കിൽ പ്രശ്നമില്ല, ആ ശിക്ഷ അനുഭവിച്ച് അതോടുകൂടിയാണ് തീർന്നാൽ, ഓരണ്ട് മരിച്ചാൽ പിന്നെ അവസാനിച്ചല്ലോ. പക്ഷെ അങ്ങനെ അവസാനിക്കുന്നില്ല, അവിടെ അവർ മരിക്കുന്നില്ല, അവിടെ അവർ ജീവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ ആയത്തൊക്കെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന ആയത്താണ്, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അതുപോലെ തന്നെ അവരുടെ തൊലി അതിങ്ങനെ തീയിൽ ചൂടായി പഴുത്ത് പാകമായി അടർന്നു പോരുമ്പോൾ, കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, അവർ ആ ശിക്ഷ അങ്ങോട്ട് ശരിക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പുതിയ തൊലി കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ വരാനിരിക്കുന്ന ലോകമാണ്. ഖുർആനും ഹദീസൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്, പതിവായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പോൾ വെള്ളിയാഴ്ചകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ചില ആയത്തുകളുണ്ട്. സൂറത്തുൽ ഗാശിയയിൽ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ഇതൊക്കെ എല്ലാ ആഴ്ചയും നമ്മൾ കേൾക്കുന്ന ആയത്താണ്. പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടോ, നമ്മുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കുക. അവിടെ ചുട്ട് തിളക്കുന്ന നീരുറവുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിന്നാണ് അവർ കുടിപ്പിക്കപ്പെടുന്നത്. അവിടെ ദൊരിയ ഉണ്ട്. ദൊരിയ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകങ്ങൾ പോലും തിന്നാൻ മടിക്കുന്ന കള്ളിമുൾ ചെടിയാണെന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ തഫ്സീറിൽ കാണാൻ പറ്റും. അല്ലാഹു ആലം. ഏതായാലും അത് ആഖിറത്തിലെ കാര്യമാണ്. ആഖിറത്തിലെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ദുനിയാവിലോട് കമ്പയർ ചെയ്യരുത്. അതിൻ്റെ രൂപം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഖുർആൻ പറഞ്ഞെടുത്ത് ഹദീസ് പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ പിന്നെ ബുദ്ധി കൊണ്ട് ആലോചിക്കുക, എങ്ങനെ ഇപ്പോൾ നരകത്തിൽ അരുവി ഉണ്ടാവുക, തീയും വെള്ളവും എങ്ങനെ ഒരുമിച്ച് ഉണ്ടാവുക, നരകത്തിൽ സക്കൂം ചെടിയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ തീയിലെങ്ങനെ പിന്നെ ഒരു ചെടി വളരുക? ഒരു ബുദ്ധി കൊണ്ടാവും ചിന്തിക്കുന്നത്. ഇപ്പോൾ ഖുർആനും സുന്നത്തും ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. രണ്ടാമത്തെ കാര്യം, ആഖിറത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ദുനിയാവുമായിട്ട് താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ മഹ്ശറിൽ നിൽക്കുന്ന രംഗം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സൂര്യൻ അടുത്ത് വരും. ഖദ്റു മൈൽ എന്നാണ് പറഞ്ഞത്. ഒരു മൈലിൻ്റെ അളവിൽ സൂര്യൻ അടുത്തുണ്ടാകും. മൈൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ 2 കാര്യങ്ങൾക്ക് പ്രയോഗിക്കാറുണ്ട്. ഒന്ന്
നമ്മുടെ ദൂരം പറയാൻ, 1 മൈൽ ദൂരം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈലാണ്. രണ്ടാമത്തേത് ഈ സുറുമക്കോലാണ്. ഒരാൾ കണ്ണിൽ സുറുമടുമ്പോൾ ഉപയോഗിക്കുന്ന ആ കോലുണ്ടല്ലോ, അതിനും അറബിയിൽ മൈലെന്ന് പറയും. അപ്പം ഇതിൽ ഏതായാലും സൂര്യൻ അടുത്താണ്. അപ്പോൾ ദുനിയാവിനേക്ക് ഒരാൾ കമ്പയർ ചെയ്താലോ സൂര്യൻ അത്ര അടുത്താണ്, ഇപ്പം അവിടെ ആരെങ്കിലും ബാക്കി ഉണ്ടാവുമോ? അപ്പോൾ ദുനിയാവിനോട് താരതമ്യം ചെയ്യാൻ പറ്റൂല. മഹ്ശറിൽ നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യന്മാരുള്ള വിയർപ്പിൻ്റെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. അലാ ഖദരി ഖതായാഹും, അവർ ചെയ്ത തെറ്റിൻ്റെ തോതനുസരിച്ചിട്ട് അവർ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരായിരിക്കും. നരിയാണി വരെ വിയർപ്പ് എത്തിയവരുണ്ടാകും, കണങ്കാല് വരെ, മുട്ടുവരെ, അരവരെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ വരെ വിയർപ്പെത്തിയ മനുഷ്യന്മാർ മഹ്ശറിൽ ഉണ്ടാകും. എല്ലാവരും നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്, പക്ഷേ എല്ലാവരും അനുഭവിക്കുന്ന അവസ്ഥ വേറെയാണ്. അപ്പം അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ അത് ആഖിറത്തിലെ കാര്യമാണ്. അവിടുത്തെ അവസ്ഥയും സ്ഥിതികളൊന്നും ആരും കണ്ടിട്ടില്ല. അത് അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞത് നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഫജ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് സഹാബിമാർക്ക് നേരെ തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ പശുവിൻ്റെ മുതുകത്ത് കയറിയിട്ട് അതിനെ തല്ലുകയാണ്, അതിനെ അടിക്കുകയാണ് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പശു സംസാരിച്ചു എന്നാണ്, ഇന്നാലം നുഖ്ലഖ് ലിഹാദ, അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചത് ഇതിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളെ പുറത്ത് കയറിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതല്ല. ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർഫ്, ഞങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കൃഷിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന സഹാബിമാർ ഒരു കൗതുകത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി ഒരു ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് ബക്കറത്തുൻ തകല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പശു സംസാരിക്കേ, ഒരതിനെ നിഷേധിക്കുന്നല്ല, അവർക്കൊരു അത്ഭുതം തോന്നി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയാണ്, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ, ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ വിശ്വസിക്കുന്നുണ്ട്, ഉമർ വിശ്വസിക്കുന്നുണ്ട്. വമാഹുമാ സമ്മ, അബൂബക്കറും ഉമറും ആ സദസ്സിലുണ്ടായിരുന്നില്ല. അബൂബക്കറും ഉമറും ഇല്ലാത്ത സദസ്സിലാണ് നബി ആ സംഭവം പറഞ്ഞത്. എന്നിട്ട് നബി തന്നെ പറയാണ്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കറും ഉമറും അത് വിശ്വസിക്കുന്നുണ്ട്. അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഒരു ആട്ടിടയൻ ആട്ടിൻ പറ്റുമായിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെന്നായ ആ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ പിടിച്ചു. അത് ആടിനെയും കൊണ്ട് ഓടി. അപ്പോൾ ഈ ഇടയൻ പിന്നാലെ ഓടി ആ ചെന്നായയുടെ അടുക്കൽ നിന്ന് ആ ആടിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ആ ചെന്നായ സംസാരിച്ചു ഞാൻ. അപ്പോൾ നബി അത് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിക്കുകയാണ്, ദിബുൻ യതകല്ലം, നബി ഒരു ചെന്നായി സംസാരിക്കേ? അപ്പോഴും നബി പറയാണ്, ഫഇന്നി ഊമിനു ഹാദാ അന വ അബൂബക്കർ വ ഉമർ, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ വിശ്വസിക്കുന്നുണ്ട്, ഉമർ വിശ്വസിക്കുന്നുണ്ട്. വമാ ഹുമാ സമ്മ, അബൂബക്കറും ഉമറും ആ സദസ്സിലുണ്ടായിരുന്നില്ല. അബൂബക്കർ ഉമർ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിലെ 2 അത്ഭുതങ്ങളാണ്. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറാഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു. അവരുടെ ഈമാനാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നബി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, അത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അത് നമുക്ക് ചിന്തിച്ചാൽ ചിലപ്പോൾ എത്തൂല, എന്നാലും പ്രശ്നമില്ല. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, അത് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ സംശയത്തിൻ്റെ ഒരു കണിക പോലും എൻ്റെ മനസ്സിലുണ്ടാവില്ല. അതാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചൊരു കാര്യം, തസ്ദീഖുഹു ഫീമാ അഖ്ബറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അറിയിച്ചെന്നത് അത് ഞാൻ സത്യപ്പെടുത്തിയിരിക്കും. അള്ളാഹു ശരിയായ അഖീദ പുലർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നരകത്തിലേക്ക് ആദ്യമായിട്ട് വലിച്ചെറിയപ്പെടുന്ന 3 ആൾക്കാരെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബി ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5374 ഹദീസുകളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കൈമാറി തന്നിട്ടുള്ളത്. അതായത് നബിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് അബൂ ഹുറൈറയാണോ? ഒരിക്കലും അല്ല. ഹിജ്റ 7-ാം വർഷമാണ് അബൂ ഹുറൈറ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചേരുന്നത്. ഹിജ്റ 11-ൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുണ്ട്. നബിൻ്റെ കൂടെ 4 വർഷമാണ് അബൂ ഹുറൈറക്ക് കിട്ടിയത്. ആ 4 വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാറി. നബിൻ്റെ മക്ക ജീവിതം വായിക്കുമ്പോൾ അബൂ ഹുറൈറയെ നമ്മൾ വായിക്കുന്നില്ല. ബദറിൻ്റെയും ഉഹദിൻ്റെയും ഖന്തക്കിൻ്റെയും ചരിത്രം പറയുമ്പോൾ അബൂ ഹുറൈറയുടെ പേര് നമ്മൾ പറയുന്നില്ല.
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ യാത്രയിൽ എവിടെയും അബൂ ഹുറൈറയെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളില്ല. അപ്പോൾ അബൂ ഹുറൈറയുടെ ആ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നൊരു മെസ്സേജ് കൂടി പറയാണ്, നമുക്ക് മുമ്പ് നഷ്ടപ്പെട്ട നന്മകളെ പറ്റി ആലോചിച്ചിട്ട് സങ്കടപ്പെടുകയല്ല നമ്മൾ വേണ്ടത്. വരാനിരിക്കുന്ന കാലത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് അബൂ ഹുറൈറ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം. ഏതായാലും ഇത്രയും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 3 തവണ ബോധം കെട്ട് വീണു. ഞാൻ ഹദീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഹദീസ് പൂർത്തിയാക്കാൻ കഴിയാതെ ബേജാറായിട്ട് പേടിച്ചിട്ട് 3 തവണ ബോധം കെട്ട് വീണു. ഏതാണ് ആ ഹദീസ് എന്നറിയോ? നാളെ അള്ളാഹു ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന 3 ആൾക്കാരെ പറ്റിയിട്ട് പറയുന്ന ഹദീസാണ്. ഒന്നാമത്തെ ആളാരാൻ? റജുലുൻ ജമഅൽ ഖുർആൻ. ഖുർആൻ പഠിച്ച ആളാൻ. ഖുർആൻ പഠിച്ച ആളാൻ. അയാൾ അള്ളാഹു നാളെ ആഖിറത്തിൽ കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, അനക്കിൻ്റെ കിതാബ് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലായിരുന്നോ? പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്താ നീ ചെയ്തത്? ഞാൻ രാത്രിയൊക്കെ നിസ്കരിച്ചു, നിനക്ക് വേണ്ടിയിട്ട് ആ ഖുർആൻ ഓതി. കെദബ്ത, നീ പറഞ്ഞത് കളവാൻ. മലക്കുകൾ പറയും, കെദബ്ത, നീ പറഞ്ഞത് കളവാൻ. ജനങ്ങൾ പറയണം, ഫുലാനുൻ ഖാരി, ഓ നല്ല ഖാരി ആണ്, ഖുർആൻ്റെ കാര്യത്തിലൊക്കെ ഉഷാറാണ്, നല്ല ഇൽമുള്ള ആളാണ് എന്ന് നാട്ടുകാർ പറയണം. വഖദ് ഖീൽ, അത് പറയപ്പെട്ടിട്ടുണ്ട്. ഇനി നിനക്കിവിടെ ഒന്നുമില്ല. ആ മനുഷ്യനെ പിടിച്ചിട്ട് നരകത്തിലേക്ക് എറിയുന്നാൻ. ഒന്നാമത്തെ ആൾ റജുലുൻ ജമഅൽ ഖുർആൻ. ഖുർആൻ പഠിച്ച ആളാണ്. ഇവിടുത്തെ ലിബറലുകളും യുക്തിവാദികളും അള്ളാഹുവിൻ്റെ റസൂലിനൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തെറി വിളിച്ച കളിയാക്കിയ ആൾക്കാരൊക്കെ നരകത്ത് പോകുന്നതിന് മുമ്പ് നരകത്ത് പോകുന്ന ആളാണത്. രണ്ടാമത്തെ ആളാരാന്നറിയോ? റജുലുൻ ഖുതില ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ നൽകിയ ആളാണ്. അയാളെ കൊണ്ടുവരും. അള്ളാഹു ചോദിക്കും, എന്തിനാ നീ ഷഹീദായത്? പറയും, നിന്റെ മാർഗത്തിലാണ് ഞാൻ ഷഹീദായത്. കെദബ്ത, നീ പറഞ്ഞത് കളവാൻ. മലക്കുകളും പറയും, കെദബ്ത, നീ പറഞ്ഞത് കളവാൻ. ഫുലാനുൻ ജരീ, നീ നല്ല യോദ്ധാവാണ്, നല്ല ധൈര്യശാലിയാണെന്ന് ആൾക്കാർ പറയണം. അതിന് വേണ്ടിയിട്ടാണ് നീ പോരാടിയത്. അത് പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റിയിട്ട് നല്ല പ്രശംസയും പുകഴ്ത്തലൊക്കെ ദുനിയാവിൽ ഉണ്ടായിട്ടുണ്ട്. വഖദ് ഖീൽ, അത് കഴിഞ്ഞു. ഇനി ഇവിടെ നിനക്കൊന്നുമില്ല. മൂന്നാമത്തെ ആൾ ആരാന്നറിയോ? റജുലുൻ കസീറുൽ മാൽ. അള്ളാഹു കുറേ മുതലൊക്കെ കൊടുത്ത സമ്പന്നനായ മനുഷ്യനാണ്. അയാൾ ചോദിക്കും, എന്താ എൻ്റെ സ്വത്തോണ്ടൊക്കെ നീ ചെയ്തത്? സമ്പത്ത് എന്താ ചെയ്തത്? അപ്പം ഞാൻ സ്വതക്ക കൊടുത്തു. അസിലുർ റഹിം, ഞാൻ കുടുംബ ബന്ധം ചേർത്തു. കെദബ്ത, കളവാൻ. മലക്കുകളും പറയും. എന്നിട്ട് അയാളോട് പറയാണ്, ഫുലാനുൻ ജവാദ്, നീ നല്ല ധർമ്മിഷ്ഠനാണ്, ആര് വന്നാലും ചോദിച്ചാലൊക്കെ എടുത്തു കൊടുക്കും എന്നുള്ള പേര് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്. ആ പേര് കിട്ടിയിട്ടുണ്ട്. ഇനി നിനക്ക് ഇവിടെ ഒന്നുമില്ല. ഞാൻ ഈ 3 ആൾക്കാരെയാണ് ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയാന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. ഇവിടെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല എങ്കിലും, ആരും നമ്മളെ പറ്റിയിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിലും, ഒരാളും നമ്മളെ പുകഴ്ത്തിയിട്ടില്ല എങ്കിലും, പ്രശംസിച്ചിട്ടില്ല എങ്കിലും, ആകാശ ലോകത്ത് നമ്മൾ അറിയപ്പെടണം. അള്ളാഹുവിൻ്റെ അടുക്കൽ, മലക്കുകളുടെ അടുക്കൽ നമ്മൾ അറിയപ്പെടണം. നഹാബന്ദി യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരാൾ വരുന്നുണ്ട്. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിലെ ലീഡറിനെ പറ്റിയിട്ട് ചോദിച്ചു, നുഅ്മാൻ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ഉമർ ചോദിച്ചു, വേറെ ആരൊക്കെയുള്ളത്? വേറെ ആരൊക്കെയാണ് ആ യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ളത്? അപ്പോൾ അയാൾ കുറച്ച് ആൾക്കാരെ പേരൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ വ ഫുലാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരെ പേരൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വേറെയും കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷേ അവരെങ്ങൾക്ക് പരിചയമില്ല, ഓരോ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയൂല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഞാൻ കരഞ്ഞിട്ട് ഉമർ ചോദിക്കുകയാണ്, ഉമറിന് അവരറിയില്ല എന്നതുകൊണ്ട് അവർക്ക് എന്താണ് നഷ്ടം? വലാകിന്ന അല്ലാഹ യഅരിഫുഹും, അള്ളാഹുവിന് അവരെ അറിയാമല്ലോ. ഞാൻ അതാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ കുറേ പണിയെടുക്കുന്നുണ്ടാകും, അതൊക്കെ വെറുതെ ആയി പോകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പം ഈ പറഞ്ഞ 3 ആൾക്കാർ ഒന്നും ചെയ്യാത്തവരല്ലല്ലോ. ഖുർആൻ പഠിച്ച ആളാണ്, ഖുർആൻ ഓതിയ ആളാണ്. രണ്ടാമത്തെ ആൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുറേ സ്വതക്ക കൊടുത്ത ആളാണ്. കൊടുക്കാത്ത ആളൊന്നുമല്ല, പിശുക്കനൊന്നും ആയിരുന്നില്ല. അതിൽ പറഞ്ഞ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക, അയാൾ കൊടുത്തത് അയാളുടെ ജീവനാണ്. അതിനേക്കാളും വലുത് ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അയാളുടെ ജീവനാണ് അയാൾ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യനെ പിടിച്ചിട്ടാണ് അള്ളാഹു നരകത്തിലേക്ക് ഇടുന്നത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവമാണത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരീത്തുന്നാർ, എനിക്ക് നരകം കാണിക്കപ്പെട്ടു. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പെണ്ണുങ്ങളാണെന്നാണ് പറഞ്ഞത്. നരകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങളാണ്.
സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാ? സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ തന്നെയാണ്. നരകത്തിലും സ്വർഗത്തിലും ഏറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങൾ തന്നെയാണ്. അപ്പോൾ സഹാബിമാർ ചോദിക്കുന്നുണ്ട്, യക്ഫുർന ബില്ലാ, അള്ളാഹുവിൻ്റെ റസൂലിനെ നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹുവിനെ കളവാക്കുന്നവരാണോ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണോ? അപ്പോൾ നബീൻ്റെ മറുപടിയും യക്ഫുർനൽ അഷീർ വ യക്ഫുർനൽ ഇഹ്സാൻ, അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരൊന്നുമല്ല, കാഫിറുകളൊന്നുമല്ല, പക്ഷേ അവരുടെ ജീവിത പങ്കാളി ചെയ്തു കൊടുത്ത നന്മകൾ നിഷേധിക്കുന്നവരാണ്, അവരോട് നന്ദികേട് കാണിക്കുന്നവരാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് നിങ്ങൾ എത്ര കാലം നന്മ ചെയ്തു കൊടുത്താലും, ഇപ്പം നിങ്ങളൊരു ഭാര്യയ്ക്ക് നിങ്ങൾ എത്ര കാലം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും നിങ്ങളടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ഓളെന്താ പറയുക? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, ഞങ്ങളടുത്ത് നിന്ന് ഒരു നന്മ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തു തരല്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ കൊണ്ടുവരല് എന്നാ ഓൾ ചോദിക്കുക. അത്ര കാലം നമ്മൾ ചെയ്തതൊക്കെ ഓളെന്ത് ചെയ്യും? മറക്കും. അതാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ കാണാനുള്ള ഒരു കാരണമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. സിൻഫാനി മിൻ അഹ്ലിന്നാർ, 2 കൂട്ടരുണ്ട് ഒരു നരകത്തിലാണെന്ന് നബി പറഞ്ഞത്. ആ 2 കൂട്ടരെയും ഞാൻ കണ്ടിട്ടില്ല. നബി പറയാണ്, ആ 2 കൂട്ടരെയും ഞാൻ കണ്ടിട്ടില്ല. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു ടീം നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ചിട്ടും നഗ്നകളായ സ്ത്രീകളാണ്. ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടുണ്ട്, ഉടുത്തിട്ടില്ലെന്ന് ചോദിച്ചാൽ ഉടുത്തിട്ടില്ല. ആ ജാതി കുപ്പായാണ്, അങ്ങനത്തെ ഡ്രസ്സാണ്. അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും അനുഭവിക്കാൻ കഴിയൂല എന്നാണ് നബി പറഞ്ഞത്. എത്ര ദൂരം ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുമെന്നറിയോ സ്വർഗത്തിൻ്റെ സുഗന്ധം? അത് ആ കൂട്ടർക്ക് അനുഭവിക്കാൻ പറ്റൂല. ഈ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളാണ് അവർക്ക് കുപ്പായം വാങ്ങിക്കൊടുക്കുന്നത്, അതിലൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവസാന സമയത്ത് വസിയത്ത് പറഞ്ഞിരുന്നു എന്നാണ്, ഇന്നങ്ങൾ മറമാടേണ്ടത് രാത്രിയാണ്. രാത്രി മറമാടാൻ പ്രത്യേകം വസിയത്ത് ചെയ്യാനുള്ള കാരണം, അന്നത്തെ കാലത്ത് മയ്യത്ത് കട്ടിലിന് ആ മുകളിലെ മറയുണ്ടായിരുന്നില്ല. അപ്പോൾ ആ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ മയ്യത്ത് വെച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ കട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ ഇപ്പോൾ ശരീരമൊക്കെ മുഴുവൻ മറച്ചിട്ടുണ്ടാകും, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അനക്കത്തിൻ്റെ സമയത്ത് ആ ശരീരത്തിലുള്ള തുണി അതൊന്ന് ടൈറ്റായിട്ട് ശരീരത്തിൻ്റെ ആകാര ഭംഗിയും വടിവൊക്കെ ബാക്കിയുള്ളവർ കാണുമോ എന്നുള്ള പേടിയായിരുന്നു നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായ പൊന്നുമോള് ഫാത്തിമ ബീവിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഓരൊക്കെ സൂക്ഷ്മത എത്രയാണെന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമ്മൾ നമ്മുടെ പെണ്ണുങ്ങളെയും കുട്ടികളൊന്നും നരകത്തിൻ്റെ വിറകുകളാക്കി മാറ്റാതിരിക്കുക. വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ആ കുപ്പായത്തിൻ്റെ കാര്യം, നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാളെ നരകം സ്പർശിക്കുകയില്ല, നരകത്തിൽ അവൻ പ്രവേശിക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫി ദ്ദർഇ, അകിടിൽ നിന്ന് കറന്നെടുത്ത പാല് തിരിച്ച് അകിടിലേക്ക് തന്നെ തിരിച്ച് കയറൂലല്ലോ, അതുപോലെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാളും നരകത്ത് പ്രവേശിക്കൂല എന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക. സ്വകാര്യതകളിൽ നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള സമയത്ത് അള്ളാഹുവിനെ ഓർത്തിട്ട് നമ്മൾ കരഞ്ഞ ഒരു രാത്രി നമുക്ക് പറയാനുണ്ടോ? പറയാനുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. പറയാനില്ല എങ്കിൽ ഈ റമദാനിൽ അങ്ങനത്തെ രാത്രികൾ ഉണ്ടാകണം. വേറൊരാളും അറിയണ്ട, വേറൊരാളും കാണണ്ട, നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ള ഒരു ഇടം. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പങ്കുവെക്കണം, നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ റബ്ബിനോട് തുറന്ന് പറയണം. അങ്ങനെ നമ്മളും അള്ളാഹും മാത്രമുള്ള ഒരു സ്വകാര്യ സംഭാഷണം അത് നടക്കണം. അത് എന്നെങ്കിലും നടന്നാൽ പോരാ, അത് ഇടക്കിടക്ക് നടക്കണം. അങ്ങനെ ഒരാൾ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ഓൻ്റെ കണ്ണ് നരകം സ്പർശിക്കൂല എന്നാണ് പറഞ്ഞത്, അവൻ നരകത്തിൽ പ്രവേശിക്കൂല എന്നാണ് പറഞ്ഞത്. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം, നരകത്തിലെ പുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന സമയത്തുണ്ടായ പൊടിപടലവും ഒരുമിക്കുകയില്ല എന്നും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ട് വിഭവങ്ങൾ ഒരുക്കിയിട്ട് നരകത്തിൽ നിന്ന് കഴിച്ചിലാകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും, ഇത്തക്കുന്നാർ വലൗ ബിശിക്കി തംറ, ഒരു കാരക്ക കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്ത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഉമ്മ ആയിഷ ബീവിൻ്റെ അടുക്കലേക്ക് ഒരു ഉമ്മ വരുന്നുണ്ട്, 2 പെൺമക്കളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. 2 പെൺകുട്ടികളെ കൂട്ടിയിട്ട് വന്നു. ആയിഷ ബീവിനോട് പറയാണ്, വിശക്കുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തരണം. ആയിഷ ബീവി 3 കാരക്ക എടുത്ത് കൊടുത്തു. അപ്പോൾ ഒന്ന് ഒരു കുട്ടിക്ക് കൊടുത്തു, മറ്റേത് മറ്റേ കുട്ടിക്കും കൊടുത്തു. അവർ രണ്ടാളും ആ കാരക്ക തിന്നു.
ഉമ്മാൻ്റെ കാരക്ക വായിലേക്ക് വെക്കുമ്പോൾ ആ രണ്ട് കുട്ടികളും ആ കാരക്കയ്ക്ക് വേണ്ടി കൈ നീട്ടിയെന്നാണ്. അപ്പം ആയിഷ ബീവി ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കുകയാണ്, ഇനി എന്താ ഉമ്മ ചെയ്യുക. അവർ വിശന്ന് സഹിക്കാൻ പറ്റാതെയാണ് ആയിഷ ബീവിൻ്റെ അടുക്കലേക്ക് ചോദിച്ച് വന്നിട്ടുള്ളത്. അതിലൊന്ന് അവരെടുത്തു, ബാക്കി രണ്ടെണ്ണം മക്കൾക്കും കൊടുത്തു, ഇനി ഒന്നാണ് ബാക്കിയുള്ളത്. ആ ഒരു കാരക്ക കൊണ്ട് ആ ഉമ്മ എന്ത് ചെയ്യും? ആയിഷ ബീവി വളരെ അത്ഭുതത്തോടു കൂടി കൗതുകത്തോടു കൂടി ഞാനത് നോക്കി നിൽക്കുകയാണ്. ആ ഉമ്മ എന്താ ചെയ്തതെന്നറിയോ? ഒരു ഉമ്മ ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. ആ കാരക്ക രണ്ടാക്കി മുറിച്ചു. ഒരു കഷ്ണം ഒരു കുട്ടിൻ്റെ വായിൽ വെച്ച് കൊടുത്തു, മറ്റേ കഷ്ണം അടുത്ത കുട്ടിൻ്റെ വായിലും വെച്ച് കൊടുത്തു. ആയിഷ ബീവി അത്ഭുതത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ വിവരം അറിയുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആ കാരക്ക ചീളുകൊണ്ട് ആയിഷ അള്ളാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. ഔ അഅതഖ ബിഹാ മിനൻ നാർ, അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് അള്ളാഹു അവരെ മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് നബി പറഞ്ഞത്. അപ്പോൾ ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷ ചോദിക്കുക. ഔ ബികലിമത്തിൻ തയ്യിബ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞിട്ട് ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ആഖിറത്തിൽ ദുനിയാവിൽ ഒരുപാട് സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ഒരു മനുഷ്യനെ കൊണ്ടുവരും. ദുനിയാവിലെ ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആളാണ് അയാളെയാണ് അള്ളാഹു കൊണ്ടുവരുന്നത്. എന്നിട്ട് അയാളൊന്ന് നരകത്തിലാണ്ട് മുക്കിയെടുത്തിട്ട് അള്ളാഹു ചോദിക്കുന്നതാണ്, യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്തു, എന്തെങ്കിലും സുഖങ്ങളും സൗകര്യങ്ങളും നീ അനുഭവിച്ചിട്ടുണ്ടോ? ദുനിയാവിലെ ഏറ്റവും അധികം സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച മനുഷ്യനാണ് അയാൾ. അപ്പം അയാൾ പറയുന്നതാണ്, ലാ വല്ലാഹി യാ റബ്ബ്, ഞാൻ ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല. ഞാൻ ആ നരകത്തിലെ ഒന്നാമത്തെ മുക്കലുണ്ടല്ലോ, ആ മുക്കലിൽ തന്നെ അയാൾ അതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്നതാണ്. ദുനിയാവിൽ അങ്ങേയറ്റം നരകിച്ച് ജീവിച്ച മനുഷ്യൻ അയാളെ അള്ളാഹു ആഖിറത്തിൽ കൊണ്ടുവരും. എന്നിട്ട് സ്വർഗത്തിലൊന്ന് ആ മനുഷ്യനെ മുക്കിയെടുക്കും. സ്വർഗത്തിൽ മുക്കിയെടുത്തിട്ട് അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഹൽ മർറ ബിക ശിദ്ദതൻ ഖത്തു, എന്തെങ്കിലും ദുനിയാവിൽ നീ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദുരിതം, ഒരു സങ്കടം, ഒരു വിഷമം നീ നേരിട്ടിട്ടുണ്ടോ? അപ്പം അയാൾ പറയാണ്, ലാ വല്ലാഹി യാ റബ്ബ്, ഇതുവരെ ഞാനൊരു ദുരിതം അനുഭവിച്ചിട്ടില്ല. ആ സ്വർഗത്തിലെ ഒന്നാമത്തെ മുക്കിയെടുക്കലിൽ തന്നെ അയാൾ ദുനിയാവിൽ വെച്ച് അനുഭവിച്ച എല്ലാ ദുരിതങ്ങളും അയാൾ മറക്കാൻ. അപ്പം അതാണ് ദുനിയാവും ആഖിറത്തും എന്ന് പറഞ്ഞാൽ. അതാണ് നരകവും സ്വർഗവും. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ 2 ചെരുപ്പുകളാണല്ലോ. ആ ചെരുപ്പുകൾ ധരിച്ചാൽ തന്നെ തലച്ചോറടക്കം തിളച്ച് മറിയുന്ന പറഞ്ഞത്. അയാൾക്ക് എന്താ തോന്നുന്നതെന്നറിയോ? ആ നരകത്തിലെ ഏറ്റവും കടുപ്പുള്ള ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നതെന്നാണ്. ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണത്, ഏറ്റവും താഴ്ന്ന ശിക്ഷയാണത്. അയാൾക്ക് തോന്നുന്നത് ഈ നരകത്തിലെ ഏറ്റവും കഠിനമേറിയ ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നതെന്നാണ്. സ്വർഗത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾ, അയാൾക്ക് എന്താ തോന്നുന്നതെന്നറിയോ? ഈ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖങ്ങളും സൗകര്യങ്ങളും അനുഭൂതികളൊക്കെ ആസ്വദിക്കുന്നത് ഞാനാണെന്നാണ്. അയാൾ സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലിരിക്കുന്ന ആളാണ്. അതാണ് നരകവും സ്വർഗവും തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് പണിയെടുക്കുക, വിഭവങ്ങൾ ഒരുക്കുക. അതിന് വിഭവങ്ങൾ ഒരുക്കാൻ അള്ളാഹു തന്നിട്ടുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് റമദാൻ. എല്ലാ സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തന്നു. ഇനിയും നമ്മൾ പുറം തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. അവസാനമായിട്ട് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നബിൻ്റെ കൂടെ ഒരിക്കൽ ഉഹദിൻ്റെ മുകളിൽ കയറി. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 4 ആൾക്കാരാണ് ആ ഉഹദ് മലയുടെ മുകളിൽ നിൽക്കുന്നത്. ഒന്ന് നബിയാണ്, പിന്നെ 3 സഹാബിമാരാണ്. അപ്പം ഇവർ ഉഹദിൻ്റെ മുകളിൽ കയറിയ സന്തോഷത്തിൽ ഉഹദൊന്ന് കുലുങ്ങിനാൻ, ഉഹദൊന്ന് വിറച്ചു. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ അലൈക നബിയുൻ വസിദ്ദീഖുൻ വഷഹീദാൻ. ഉഹദ്, നിൻ്റെ മുകളിലുള്ളത് ഒരു നബിയാണ്, പിന്നെ സിദ്ദീഖാൻ, പിന്നെ 2 ഷഹീദുകളാണ്. അത് ഉമറും ഉസ്മാനുമാണ്. 2 പേരും ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ തെളിവ് കൂടിയാണ്. ഉമർ റളിയല്ലാഹുവിന് ഷഹീദാകുന്നത് ഹിജ്റ 23-ലാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന് ഷഹീദാകുന്നത് ഹിജ്റ 35-ലാണ്. നബി മരിക്കുന്നത് ഹിജ്റ 11-ലാണ്. അപ്പം നബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കാണല്ലോ അത്. അപ്പോൾ ഈ കാര്യം നബി മുൻകൂട്ടി പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ്, നുബുവത്തിനുള്ള തെളിവാണത്. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് നിസ്കാരത്തിലാണ്. ഷഹീദു സ്വലാത്താണ് ഉമർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത് മുസ്ഹഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ്.
ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവ സമീഉൽ അലീം. ശത്രുക്കൾ വീട് വളഞ്ഞ് അക്രമികൾ വീട്ടിലേക്ക് അരച്ചു കയറി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫസയക്ഫീകഹുമുല്ലാഹ്, ആ ആയത്തിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ രക്തം തെറിച്ചു ഞാൻ. അപ്പോൾ അവരുടെ പര്യവസാനം എത്ര നല്ലതായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. അതിൽ നോമ്പുകാർക്ക് വലിയ പാഠമുണ്ട്. ഇപ്പോൾ റമളാൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 10 നമ്മളുള്ളത്. ഇതിങ്ങനെ കുറച്ചങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ചിട്ട് ആവേശം ഇങ്ങനെ ചോർന്ന് പോകും. തുടക്കത്തിലുള്ള ആവേശം പിന്നെ ഒടുവിലുണ്ടാവില്ല. അത് പറ്റൂല. ആവേശം കൂടുകയാണ് വേണ്ടത്. കൂടുതൽ 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 ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ, രാവുകൾ, അതാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനുള്ളത്. അവസാനത്തെ 10 ആകുമ്പോഴേക്കും ആകേണ്ട ഡൗൺ ആയി പോകുന്ന അവസ്ഥ പറ്റൂല. അതിൻ്റെ അർത്ഥം ആദ്യത്തെ 10 മോശമാക്കാന്നല്ല. ആദ്യത്തെ 10 ഉഷാറാക്കണം, അതിനേക്കാളും ഉഷാറാകണം രണ്ടാമത്തെ 10, രണ്ടാമത്തെ 10നേക്കാളും ഉഷാറാകണം അവസാനത്തെ 10. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം. അള്ളാഹു കർമ്മങ്ങൾ പരിഗണിക്കുന്നത് അതിൻ്റെ പര്യവസാനം നോക്കിയിട്ടാണ്. പര്യവസാനം നന്നാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലാണ് കുത്തുകിട്ട് വീഴുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷഹീദാകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പര്യവസാനം, നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. എപ്പോഴും അള്ളാഹുവിനോട് നല്ല പര്യവസാനത്തിന് വേണ്ടിയിട്ട്, ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ വീഴ്ചകൾ നമുക്ക് പുറത്തു തരട്ടെ. നന്മകളിൽ മുന്നേറുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇനി ബാക്കിയുള്ള ശേഷിക്കുന്ന ദിവസങ്ങൾ ഏറ്റവും നല്ല നിലക്ക് മനോഹരമായിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് അള്ളാഹു നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.